ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷിനെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഗുണ്ടകളെ ഏർപ്പാടാക്കാനിട്ടോ രാജീവിനും അതുപോലെ തന്നെ കിരണും ചേർന്ന് അങ്ങനെ സുധീഷിൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷൊക്കെ കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ സുധീഷിൻ്റെ കയ്യിൽ നിന്ന് ആ ക്യാഷ് മോഷ്ടിക്കുകയും അതുപോലെ തന്നെ സുധീഷിനെ സ്പോട്ടിൽ തന്നെ തീർത്ത് കളയാനും ഒക്കെയുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ടായിരിക്കും നമ്മുടെ രാജീവിനും കിരണും കൂടെ. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ രാജീവിനും കിരണും കൂടെ. എന്നിട്ട് പരസ്പരം പറയുന്നുണ്ട് അവൻ്റെ കഥ കഴിഞ്ഞു കാണും, ഇനി അവൻ്റെ ശല്യം നമുക്ക് ഉണ്ടാവില്ല. എന്തായാലും നല്ല കാര്യം, നമ്മുടെ മോളെ നമുക്ക് തിരിച്ചു കിട്ടി, അത്ര തന്നെ. കുറച്ച് പണം വാരി എറിഞ്ഞാൽ എന്താ, നമ്മുടെ കാര്യങ്ങൾ സാധിച്ചില്ലേ, അത് തന്നെയല്ലേ വലുത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കേട്ടോ നമ്മുടെ സുധീഷിൻ്റെ മാസ് എൻട്രി. അങ്ങനെ സുധീഷിനെ കണ്ടിട്ട് ആകെ ഒരു വിറങ്ങലോടുകൂടി അതുപോലെ തന്നെ ഒരു ഭയത്തോടു കൂടിയൊക്കെ ഇങ്ങനെ നോക്കുകയാണ് രാജീവിനെ. എന്നിട്ട് മോനെ എന്ത് പറ്റിയതായിരുന്നു, എന്താ ഇത്ര വൈകിയത്, അല്ല ആ പണം എവിടെ, എന്താ സംഭവിച്ചത്, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ രാജീവിനാണെങ്കിൽ ആകെ ഒരു ടെൻഷനൊക്കെ അഭിനയിക്കുകയാണ്. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് രാജീവിന് മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ സുധീഷ് പറഞ്ഞത്, എന്ത് സംഭവിക്കാനാ, കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു, അത്ര തന്നെ. പണം സേഫായിട്ടുണ്ട്. പിന്നെ പണം സേഫ് ആണെങ്കിൽ പിന്നെ മോനെ എന്തിനാ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല, എന്തായാലും എന്നെ തട്ടിക്കൊണ്ടുപോയ ഒരു ഗുണ്ടാസംഘത്തിൻ്റെ കൂട്ടത്തിലുള്ള ഒരാളെ ഞാൻ പിടികൂടിയിട്ടുണ്ട് എന്ന് പറയുകയാണേ. അപ്പോൾ ഒന്ന് പേടിക്കാനായിട്ട് രാജീവന്. എന്നിട്ട് രാജീവനും കിരണും പരസ്പരം നോക്കുകയാണേ. തങ്ങളുടെ പേര് അയാൾ പറയുമോ എന്നുള്ള ഭയത്താലായിരിക്കും കേട്ടോ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. അപ്പോൾ സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞിട്ട് സുധീഷ് വിളിക്കുമ്പോൾ സുഭാഷും എല്ലാവരും കയറി വരികയാണ് കേട്ടോ. അങ്ങനെ അനിയന്മാരും എല്ലാവരും കയറി വരികയാണേ. ഇത് കണ്ടുകൊണ്ട് ആകെ നിധിയും ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നതെന്ന് മനസ്സിലാകാതെ നിധിയും ഇങ്ങനെ നിൽക്കുകയാണേ. എന്നിട്ട് നിധി ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ ഇതൊക്കെ, എന്താ സുഭാഷ് ഏട്ടനൊക്കെ ഇവിടെ വന്നത്, അല്ല ഇതാരാ, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തിനാ സുധീഷിനെ തട്ടിക്കൊണ്ടു പോകുന്നത്, അവർക്ക് പണമാണ് ആവശ്യമെങ്കിൽ പണമല്ലേ എടുക്കേണ്ടി വേണ്ടുള്ളൂ, ഇത് പണം വേണ്ടാതെ സുധീഷിനെ തട്ടിക്കൊണ്ടു പോകേണ്ട കാര്യം എന്താ സംഭവിച്ചേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ സുധീഷ് പറയാണ്, നിധി നീ ഒന്ന് സമാധാനപ്പെട്, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ഞാൻ പറയാനേ എന്ന് പറഞ്ഞിട്ട് പറയാണ്. ഞാൻ നിൻ്റെ അച്ഛൻ പറഞ്ഞ പ്രകാരം ഈ ക്യാഷ് കൊണ്ടെത്തിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇവർ വന്നിട്ട്, ഇവർ കുറേ ഗുണ്ടകളുണ്ടായിരുന്നു കേട്ടോ, ഒരു 5-6 പേരോളം ഉണ്ടായിരുന്നു. കമ്പിപ്പാരയും കത്തിയും വടിയും ഒക്കെ ആയിട്ടായിരുന്നു, വാളും ഒക്കെ ആയിട്ടായിരുന്നു വന്നിരുന്നത്. അങ്ങനെ എന്നെ പേടിപ്പിച്ച് അവർ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ആ പണവും സ്വർണ്ണവും ഒക്കെ ആദ്യം തന്നെ കയ്യിലെടുത്തങ്ങ് വെക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് ഒരാളുടെ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ മാക്സിമം ശ്രമിച്ചു. ആ ഒരു ഫോൺ എടുത്ത് ഞാൻ ആദ്യം സുഭാഷ് ചേട്ടനെ വിളിച്ച് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ആ ഒരു സമയത്ത് ഞാൻ ഈ കോൾ ചെയ്യുന്നത് ഇതിലൊരാൾ ഗുണ്ടകൾ കണ്ടിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവരെന്നെ അവിടെ നിന്ന് മാറ്റി. പക്ഷേ ഒരു വമ്പൻ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോയ കാറും സുഭാഷ് ചേട്ടനും ഏകദേശം നടന്ന ആ ഒരു ബൈക്കും കൂടെ തമ്മിൽ കൂട്ടിയിടിച്ചു. അപ്പോൾ ആ കാറിനുള്ളിൽ വായും മുഖവും ഒക്കെ കൂടി പൊത്തിപ്പിടിച്ച് ഇങ്ങനെ കെട്ടി വച്ചിരിക്കുന്നത് അവൻ കണ്ടിട്ട് അത് സുഭാഷ് ചേട്ടനോട് പറഞ്ഞു. അങ്ങനെ സുഭാഷ് ചേട്ടനും അവനും കൂടെ എന്നെ രക്ഷിക്കുകയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ പൊടി പോലും ഉണ്ടാവില്ല. ആ ഒരു ഫോൺ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് നിൻ്റെ മുൻപിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് രാജീവനാണെങ്കിൽ കിരണിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അവൻ്റെ ഒരു ചളുക്ക് ഗുണ്ടകൾ എല്ലാം കയ്യിൽ നിന്ന് പോയെന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ പരസ്പരം പറയാനുണ്ടോ. എന്നിട്ട് രാജീവൻ പറഞ്ഞിട്ട്, എന്നാലും മോനൊന്നും സംഭവിച്ചില്ലല്ലോ, അത് തന്നെ മതി, അവരുടെ ലക്ഷ്യം ചിലപ്പോൾ പണവും സ്വർണ്ണമൊക്കെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും, എന്തായാലും മോന് രക്ഷപ്പെട്ടല്ലോ, അത് മാത്രം മതി, എന്തായാലും സുഭാഷ് കറക്റ്റ് സമയത്ത് അവിടെ എത്തിയത് കൊണ്ട് മോന് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും സുഭാഷ് കയറി വന്നത്. എന്നിട്ട് സുഭാഷ് പറയുന്നുണ്ട്, നിങ്ങൾ കിടന്ന് ഉരുളല്ലേ, നിങ്ങളെ അത്ര വിശ്വാസത്തോടു കൂടിയല്ലേ ഞാൻ ഇവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. നിങ്ങളോട് ഞാൻ പറഞ്ഞു ഇവർക്കൊരു പോറൽ പോലും ഏൽക്കരുതെന്ന്. നിങ്ങൾ വീട്ടിൽ വന്നപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയല്ലേ ഞാൻ ഇവരെ പറഞ്ഞയച്ചത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു നിധിയെങ്കിലും നിങ്ങൾ കാണിക്കണ്ടേ. അല്ല സുഭാഷേ, അതിന് ഞാനെന്ത് ചെയ്തു, ഞാനൊന്നും ചെയ്തില്ലല്ലോ. അല്ല, ഉത്തരവാദിത്തത്തോടുകൂടി നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലായിരുന്നു, എന്നിട്ട് നിങ്ങളത് ചെയ്തോ, അത് തന്നെ എന്നൊക്കെ പറയാൻ കേട്ടോ. അല്ല, ഇതിന് പിന്നിൽ ആരാണെന്ന് വല്ല ഊഹം കിട്ടിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എന്താ വെച്ചാൽ അച്ഛൻ അറിയാൻ ഇത്ര ആകാംക്ഷ, അല്ല മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ മോനോട് ഇങ്ങനെ കാണിച്ച ആരാന്ന് അച്ഛൻ അങ്ങനെ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കിനും അതിനല്ലേ തെളിവ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞിട്ട്
ഗുണ്ടേനെ ഗുണ്ടേനെ കൊണ്ടുവരികയാണ് കേട്ടോ. എന്നിട്ട് സുധീഷ് നല്ല അറഞ്ചോ പുറഞ്ചോ അടിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ കിരണിനും അതുപോലെ തന്നെ നിധിയുടെ അച്ഛനും ഒക്കെ വല്ലാത്ത പേടി വരികയാണേ. കാരണം ഈ ഒരു അടിയുടെ ആഘാതത്തിൽ സത്യങ്ങളെല്ലാം പുറത്തു പറഞ്ഞാൽ നാണം കിടും. ഇനി എന്തായിരിക്കും അടുത്ത അവസ്ഥ? കാരണം നിധിയാണെങ്കിൽ പിണങ്ങി പോവുകയും ചെയ്യും. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇവർക്ക് ചതിയാകുമല്ലോ. അതുകൊണ്ട് ഇവരാകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് കിരൺ ഇനിതാ സുഭാഷ് ഞാൻ ചോദ്യം ചെയ്യാം, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട എന്ന് പറയുമ്പോൾ സുഭാഷ് പറഞ്ഞത് ഇതൊരു ബുദ്ധിമുട്ടൊന്നുമല്ല, സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില പൊടിക്കൈകളൊക്കെ കൊടുക്കാനുള്ള ആരോഗ്യം ഞങ്ങളുടെ 3 പേരുടെ ശരീരത്തും ഉണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ നിധിയുടെ അമ്മയ്ക്ക് ആകെ ഒരു ടെൻഷനൊക്കെ ആവുന്നുണ്ട്. നിധിയുടെ അമ്മയും ഇതിൻ്റെ കളിയിലൊക്കെ ഒരു പങ്കാളി ആയതുകൊണ്ട് തന്നെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആ ഒരു അമ്മേനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ രാജീവനാണെങ്കിൽ ഇങ്ങോട്ട് താ അവനെ, ഇതേ സത്യം പറഞ്ഞണം, നീ ആർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ മരുമകനെ കൊലയ്ക്ക് കൊടുക്കാൻ നോക്കിയത് എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും കിരണാണെങ്കിൽ ഇനി സത്യമെങ്ങാനും പറഞ്ഞു പോകുമെന്നോർത്ത് അച്ഛനെ മാറിയിരുന്നേ ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞ് ചോദിക്കാൻ പോകുമ്പോഴായിരിക്കും കേട്ടോ സുധീഷ് പറഞ്ഞത്, അതെ ആരും ചോദിക്കേണ്ട വിധത്തിൽ ചോദിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞിട്ട് നല്ല ഒന്നാന്തരം അടി അങ്ങോട്ട് അടിക്കാൻ കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു ഗുണ്ടയാണെങ്കിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണം സത്യം തുറന്ന് പറയണോ എന്നറിയാത്ത വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കായിരിക്കും കേട്ടോ. അങ്ങനെ ഗുണ്ടയാണെങ്കിൽ സത്യങ്ങളെല്ലാം തുറന്ന് പറയുകയാണേ. ഇതിനൊക്കെ പിന്നിൽ തൻ്റെ അച്ഛനായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയണം. അപ്പോൾ നിധി ഇതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കാൻ കേട്ടോ. ആ ഒരു സമയത്ത് സുധീഷും പറയുന്നുണ്ട്, നിധി നീ വിശ്വസിച്ച നിൻ്റെ അച്ഛനുണ്ടല്ലോ, അച്ഛനായിരുന്നു നിന്നെ ചതിച്ചുകൊണ്ടിരുന്നത്. നീ വിശ്വസിച്ച പോലെ അച്ഛൻ മാറിയിട്ടില്ല, നമ്മളെ അംഗീകരിച്ചിട്ടുമില്ല. പക്ഷേ ഇതൊക്കെ അച്ഛൻ്റെ ഒരു ചതി മാത്രമാണ്. ഇതൊക്കെ എനിക്ക് മുൻപേ അറിയാമായിരുന്നു. നിൻ്റെ അച്ഛൻ പിന്നെ ഈ ഒരു ക്യാഷിൻ്റെ കാര്യം അത് ഞാൻ യാഥാർത്ഥ്യത്തിലുള്ളതായിരുന്നു എന്ന് ഓർത്ത് അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ട് ഞാൻ കൊടുക്കാനും സമ്മതിച്ചത്. നിൻ്റെ അച്ഛനുണ്ടല്ലോ, ഞാനിവിടെ വന്ന് കയറിയ അന്ന് മുതൽ തുടങ്ങിയതാ നീ കാണാതെ എന്നെ ഒരു പേടിപ്പെടുത്തലും ഭീതിപ്പെടുത്തലും എനിക്ക് ഭീഷണിപ്പെടുത്തലുമൊക്കെ. ഞാൻ നിന്നോട് ഒന്നും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എന്തൊക്കെയാണ് സുധീഷ് ഈ പറയുന്നത്? അത് അപ്പം തന്നെ എന്നോട് പറയണ്ടായിരുന്നോ? അച്ഛൻ വന്ന് സ്നേഹത്തോടുകൂടി വിളിച്ചപ്പോൾ ഞങ്ങളെ അംഗീകരിച്ചതായിട്ടാണ് ഞാൻ കരുതിയത്. പക്ഷേ അച്ഛൻ്റെ മനസ്സ് ഇത്രമാത്രം നീചമാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, നിനക്കറിയാത്ത പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. നീ കണ്ണും പൂട്ടി എല്ലാവരും വിശ്വസിക്കും. പക്ഷേ അതൊന്നും അല്ല ഇവിടെ നടക്കുന്നത്. സുധീഷിനെ കൊണ്ട് നിൻ്റെ വിവാഹബന്ധം വേർപെടുത്തി എങ്ങനെയെങ്കിലും തിരികെ നിന്നെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ അച്ഛനും അമ്മയും ഇവനും ഒക്കെ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് നിധിയാണെങ്കിൽ സത്യമാണോ വെച്ചാൽ ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും മോളെ ഇങ്ങനൊന്നും അല്ല, ഇവർ പറയുന്നത് പോലൊന്നും അല്ല, ഇവർ മനഃപൂർവ്വം നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്ന, അല്ലാതെ അതിലൊന്നും ഒരു സത്യവും ഇല്ല മോളെ എന്നൊക്കെ പറയുമ്പോൾ കിരണും പറയുന്നുണ്ട്, അതെ ഒരു തെളിവും ഇല്ലല്ലോ ഇതിനെന്നൊക്കെ പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഏറ്റവും വലിയ തെളിവ് അതേ ഈ ഗുണ്ടാട രൂപത്തിൽ ഇവിടെ നിൽക്കുന്നത്, ഇതിലും വലിയ തെളിവൊന്നും വേണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാജീവൻ പറയുന്നുണ്ട്, മോൾ അകത്തേക്ക് പോകും, ഇവിടെ ഇവന്മാർ മനഃപൂർവ്വം വിഷയം ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്, അച്ഛനും മകളുമായിട്ടുള്ള ആ ഒരു ബന്ധം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഒരു കാര്യം അച്ഛൻ ഇന്നവരെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും നിധി പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും അച്ഛൻ കൂടുതലൊന്നും പറയണ്ട, ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അച്ഛൻ്റെ ആ ഒരു കണ്ണുനീര് കണ്ടപ്പോൾ ഞാനതിൽ സത്യമുണ്ടെന്നാണ് ഓർത്തത്. പക്ഷേ അത് ചുമ്മാ കാപട്യം നടിച്ചതാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്തായാലും അച്ഛനിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, നീ ഇനി വന്നേ, നീ ഒന്ന് സമാധാനമായിട്ടിരുന്ന് ചിന്തിച്ച് നോക്ക്, അപ്പം നിനക്ക് മനസ്സിലാവും ഇതിനൊക്കെ പിന്നിൽ ആരാണെന്നും ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ചതി എന്താണെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ രാജ്യം പറയുന്നുണ്ട്, അതെ നീ അവളെ കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോയിക്കോ, ഇവളിനി ഇവിടെ നിന്ന് ശരിയാവില്ല, ഇവളാണെങ്കിൽ ആകെ മനസ്സ് വേദനിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കിരണാണെങ്കിൽ ഓടി വന്നിട്ട് കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ പോവാണ്. ആ സമയത്ത് നമ്മുടെ നിധി പറയുന്നുണ്ട്, കയ്യിൽ നിന്ന് വിട്ടേ. അല്ല കിരണേട്ടനാണെങ്കിൽ കാല് സുഖമില്ലാതിരിക്കുകയല്ലായിരുന്നു, ഞൊണ്ടിയല്ല ഇത്രയും ദിവസം നടന്നത്, ഇപ്പോൾ ഇതെന്ത് പറ്റി? ഇപ്പോൾ ഒരു കുഴപ്പമില്ല കാലിന് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും രാജീവനാണെങ്കിൽ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി, എല്ലാം പണി പാളിയല്ലോ എന്നിങ്ങനെ പറഞ്ഞ് നോക്കുമ്പോഴായിരിക്കും നമ്മുടെ സാന്ദ്രയ്ക്കും ചെറിയ ഡൗട്ടുകളൊക്കെ തുടങ്ങുന്നത്. ആ ഒരു സമയത്ത് കിരൺ പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. കിരൺ പറയുന്നുണ്ട്, അത് പിന്നെ നിനക്ക് തോന്നിയതായിരിക്കും, നീ ആ ഒരു ടെൻഷനിൽ നിന്നോട് തോന്നിയതായിരിക്കും, ഞാൻ പതിയെ തന്നെയാണ് വന്നത്, നീ വന്നേ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വരേണ്ട കാര്യവും ഇല്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം,
അച്ഛൻ ഇതിലൊക്കെ പങ്കുണ്ടെന്ന് എനിക്ക് ഇപ്പം നല്ലതായിട്ട് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛാ, ഒരിക്കലും മക്കളുടെ കണ്ണുനീര് കാണാൻ അച്ഛനമ്മമാർ ആഗ്രഹിക്കില്ല. പക്ഷേ എൻ്റെ അച്ഛൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തിനാ സുധീഷിനെ കൊണ്ട് എൻ്റെ വിവാഹബന്ധം ഏർപ്പെടുത്തിയിട്ട് ഇവിടെ ജയിലിൽ എന്നെ കൊണ്ടിടാനാണ് അച്ഛൻ്റെ ഉദ്ദേശം? അതൊന്നുമില്ല അച്ഛാ. ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെ ഇനി തുടങ്ങുകയാണ്. അതിനെല്ലാം സപ്പോർട്ടായിട്ട് എനിക്ക് ഏട്ടന്മാരും അനിയനും എൻ്റെ ഭർത്താവും എല്ലാം എൻ്റെ ഒപ്പമുണ്ട് എന്നൊക്കെ പറയാനുണ്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുഭാഷിനും സുധീഷിനൊക്കെ ഒരുപാട് സന്തോഷമാകുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നിധിയാണെങ്കിൽ കരയാണ്. ആ സമയത്ത് സുഭാഷ് പറഞ്ഞിട്ട്, മോള് കരയണ്ട, മോള് വിഷമിക്കണ്ട, മോളോട് അച്ഛന് ഇച്ചിരി അമിതമായ സ്നേഹമുണ്ട്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഒരു മൂച്ചിനല്ലേ ഉള്ളൂ, അതൊക്കെ കഴിയുമ്പോൾ എല്ലാം തണുത്ത് ഒന്ന് ആറിക്കോളും, മോള് വിഷമിക്കാതിരിക്കും എന്നൊക്കെ പറയാനിട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട്, ഒരു മരണത്തിനും ഞങ്ങളിവനെ വിട്ടുകൊടുക്കില്ല, ഞങ്ങളുടെ കൂടപ്പിറപ്പായവൻ, അങ്ങനെ ഉള്ളവനെ ഒരിക്കലും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. അതുകൊണ്ട് എൻ്റെ കണ്ണും മനസ്സും ഒക്കെ എപ്പോഴും ഇവൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് മോളതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കേട്ടോ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ നിധിയാണെങ്കിൽ രാജീവിനോട് പറയുന്നുണ്ട്, ഇനി മേലെ ഞാൻ ഇവിടേക്ക് വരില്ല, അച്ഛനും അങ്ങോട്ടേക്ക് വരണ്ട, എൻ്റെ ഭർത്താവിനെ കൊല്ലാൻ മാത്രമുള്ള ധൈര്യം അച്ഛനായല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ രാജീവൻ പിന്നെയും ഓരോന്ന് പറഞ്ഞാൽ മനസ്സ് മാറ്റാൻ ശ്രമിക്കാനുണ്ടോ. ആ ഒരു സമയത്ത് പറയുന്നുണ്ട്, ഇല്ല, എന്ത് വന്നെന്ന് പറഞ്ഞാലും ഞാൻ ഇനി അച്ഛനെ വിശ്വസിക്കുന്ന കാര്യമേ ഇല്ല എന്നൊക്കെ പറയണം. ആ ഒരു സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, നിനക്കറിയാത്ത പല കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഒരുമിച്ച് ഇവിടെ വന്ന ആ ഒരു ദിവസം തന്നെ എന്നോട് പറഞ്ഞു, 7 ദിവസം തികക്കില്ല എൻ്റെ മകൾ എൻ്റെ വീട്ടിലേക്ക് ആ പഴയതുപോലെ തന്നെ തിരിച്ചു വരുവിടാ, നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു നിൻ്റെ അച്ഛൻ. അത് മാത്രമല്ല, ഇവിടെ വന്നതിന് ശേഷം നീ കാണാതെ എന്നോട് എത്രമാത്രം മോശമായിട്ടാണ് പെരുമാറിയെന്നറിയാമോ. ഒരുമിച്ച് ഡൈനിങ് ടേബിളിൽ നിന്ന് ആഹാരം കഴിച്ചപ്പോൾ നീ എണീറ്റ് പോയതിന് ശേഷം നീ ഞങ്ങളുടെ കൂടത്തിൽ കഴിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാടാ ഉള്ളത് എന്ന് പറഞ്ഞ് എന്നോട് നിലത്തിരിക്കാൻ കൽപ്പിച്ചു. അങ്ങനെ പല കാര്യങ്ങൾ നീ അറിയാതെ ഇവിടെ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് നിനക്കറിയുമോ എന്നൊക്കെ ചോദിക്കാനിട്ടോ. ഈ ഒരു സമയത്ത് സങ്കടം സഹിക്കാൻ വയ്യാതെ നമ്മുടെ നിധിയാണെങ്കിൽ കരയാണ് കേട്ടോ. കാരണം എത്രയൊക്കെ പറഞ്ഞാലും തൻ്റെ അച്ഛനൊക്കെ അല്ലേ, അതുകൊണ്ട് ഒരു വിഷമം ഉണ്ടാവുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുഭാഷ് പറയുന്നുണ്ട്, മോളെ ബാ, നമുക്ക് പോയേക്കാം, നമ്മുടെ വീട്ടിലേക്ക് പോയേക്കാം, ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നിധിയെയും കൂട്ടി സുധീഷിനെയും കൂട്ടി സുഭാഷ് വീട്ടിൻ്റെ പടിയിറങ്ങാണ്. അങ്ങനെ തൻ്റെ പ്ലാനിങ്ങുകളും കാര്യങ്ങളും എല്ലാം അവതാളത്തിലായ ആ ഒരു വിഷമത്തിൽ തലയിൽ കൈവച്ചുകൊണ്ട് നിൽക്കുന്ന രാജീവിനെ കാണിച്ചുകൊണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്. ഇതുപോലുള്ള അപ്കമിങ് എപ്പിസോഡുകൾ കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ.